ഇതിനെക്കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഗൈസ്. മീൻസ് ഹലോ ഗായ്സ്, മിസ്റസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കട്ടിംഗ് ബോർഡും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇതാണ് തണ്ണിമത്തൻ്റെ തോട്. ഈ തോട് വെച്ചിട്ട് നമ്മളൊരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പം നമ്മൾ അതിനായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് അറിയിക്കണം, ഇല്ലെങ്കിലും കമൻറ്റ് അറിയിക്കണം. അപ്പം ഞാൻ അധികം വലിച്ചിങ്ങനെ വാരി നീട്ടുന്നില്ല ഗൈസ്. നമുക്ക് നേരെ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി പോകും. ഇതിനി എങ്ങനെ കട്ട് ചെയ്യും ഇത് പലർക്കും അറിയാം കേട്ടോ, പലർക്കും അറിയാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവരോടും കൂടിയാണ്. ഇതിന്റെ ഈ മധുരമുള്ള ഭാഗം ഉണ്ടാവുമല്ലോ, ഇവിടെ ഇങ്ങനെ നീര് റെഡ് കളറായിട്ടുള്ള, അതൊക്കെ ഒഴിവാക്കിക്കോളുക. ഇതിനെക്കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഗൈസ്. മീൻസ് എന്തോ തേനൊക്കെ ഒഴിച്ച് ശർക്കര ഒക്കെ ഒഴിച്ച് എന്തോ തേമിഠായി പോലൊക്കെ ഉണ്ടാക്കും. നമ്മൾ പിന്നെ മധുരത്തിനോട് വല്ലാണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഭാരപ്പെട്ട പണിയാണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ വേണം, പിന്നെ ഇതാ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്. ഇതാട്ടോ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കറിവേപ്പില മാത്രം ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. കറിവേപ്പിൻ്റെ ഇല അവിടെ തന്നെ കേട്ടോ, നമ്മളതങ്ങനെ അടിച്ചാൽ ശരിയാവൂല, കറിവേപ്പിൻ്റെ അടിച്ചാൽ ശരിയാവൂല. ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതേ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതേ നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് എത്തിക്കാം. ഇനി നമ്മുടെ പാൻ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അതിലെ വെള്ളമൊക്കെ ഒന്നും ഇവിടെ വറ്റി ചൂടായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ എന്താ അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഗൈസ്. വെളിച്ചെണ്ണ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഓല യൂസ് ചെയ്തോളൂ കേട്ടോ ഗൈസ്. ഇനി ഇതാ ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മുടെ പഴയ സ്റ്റൈൽ തന്നെയാണ് ഗൈസ്, നമ്മൾ കടുക് പൊട്ടിക്കുക. ആ സ്റ്റൈൽ ഞാൻ മാറ്റുന്നില്ല കേട്ടോ, ഞാൻ എന്താ കടുക് പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ എന്തേ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി നമ്മൾ അരിഞ്ഞിട്ട് സാധനം ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അത് ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികമായി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ തുടക്കത്തിൽ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാനുണ്ട് കേട്ടോ. മണീസ് അങ്ങനെ ഇതാ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതാ ഈ തേങ്ങ ഉണ്ടല്ലോ, അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതേ നേരത്തെ ആക്കി വെച്ച് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ എന്ത് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കണേ. എന്നിട്ട് എൻ്റെ താഴെ കമന്റിൽ അറിയിക്കുക എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണോ ഇല്ലെന്നുള്ളതൊന്ന് കമന്റിൽ അറിയിക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാധനം ഇവിടെ റെഡി. ഈ സമയത്ത് ഉപ്പുണ്ടോ ഇല്ലെന്നൊക്കെ നോക്കാം കേട്ടോ. ഞാൻ ഉപ്പുണ്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നടത്തി വെച്ച് വേവിക്കാം. നമ്മുടെ സാധനം ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.